ഹായ് നമസ്തേ. ഇന്നത്തെ നമ്മുടെ ഹെയർ ആതിരയുടേതാണ്. ആതിര ഇപ്പോൾ 8ാമത്തെ തവണയാണ് റൂട്ട് ടച്ച് ചെയ്യാൻ വരുന്നത്. ഫസ്റ്റ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത്, രണ്ടാമതും റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിൻ ചെയ്തു. പിന്നെ ഇങ്ങോട്ട് കെരാറ്റിൻ ചെയ്യുന്നില്ല, റൂട്ട് ടച്ച് മാത്രമാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ റൂട്ട് ടച്ച് മാത്രം ചെയ്തിട്ടും ആതിരയുടെ ഹെയറിന് ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറാണ്. ആതിരയ്ക്ക് കേൾസ് ഉള്ള ഹെയർ ഇഷ്ടമല്ല. ആദ്യം വരുന്ന ടൈമിൽ നല്ല കേൾസ് ഉള്ള ഹെയർ ആയിരുന്നു, ഷോർട്ടായിരുന്നു ഹെയർ, ഷോൾഡർ വരെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല തിക്നെസ് ഉള്ള നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് കിളിർത്ത് വയ്ക്കുന്നത് നമുക്ക് ആതിരയുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ആതിര ഇപ്പം എത്രാമത്തെ തവണയാണ് വരുന്നത്? ഞാൻ 2020 തൊട്ട് വരുന്നുണ്ട്. ഇവിടെ വരെ ഉണ്ടായിരുന്ന മുടി ഇത്രയായിപ്പോ മറ്റേ ഇവിടെ വരല്ലേ ഉള്ളു. ആദ്യം വരുന്നത് ചുരുണ്ട മുടി ഇത്രയും ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്രയും വളർന്നു. നല്ല ഉള്ളൊക്കെ വെച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തായിരുന്നു. കട്ട് ചെയ്തിരുന്നാലും നല്ലപോലെ വളരുമൊന്നും എന്റെ ലെങ്ത് വെക്കുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ കൂട്ട് ഒത്തിരി കട്ടി കുറഞ്ഞ ഹെയറല്ല, നല്ല ഇച്ചിരി ഒന്ന് കട്ടി വന്നില്ലേ, കട്ടിയുണ്ട്. അതുപോലെ കൊഴിയുന്നത് നന്നായിട്ട് കിളിർത്തും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കൊഴിഞ്ഞു പോകുമ്പോഴല്ല അന്നത്തെ ഹെയറിന്റെ സ്ട്രക്ചറേ അല്ല ഇപ്പൊ. അന്ന് വെറും ഇത് യു വെട്ടിയിടുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. യു വെട്ടരുത്, ഡീപ്പ് യു ആയിട്ട് വെട്ടണം. ഡീപ്പ് യു ആയിട്ട് വെട്ടി വളച്ചിട്ടേക്കുന്നുണ്ടോ? കാരണം നേരെ വെട്ടിയിട്ടേ പിന്നെ കിളിക്കുന്നതായിരിക്കും ചിലർക്ക്. ഈ സെന്ററിൽ കൂടെ മാത്രമേ കിളിക്കത്തുള്ളല്ലോ, രണ്ട് സൈഡിനും നന്നായിട്ട് കിളിക്കത്തില്ല. അങ്ങനെയും പിന്നെ കുറച്ച് ആകുമ്പോൾ ഒരു 3-4 മാസം ആകുമ്പോൾ യു ആവും. ഇപ്പൊ കിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവിടെ പോയി രണ്ടോട്ടം വിട്ടു. ഇവിടെ അപ്പോൾ ആതിരയുടെ ഹെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഹെയറിനകത്ത് ലെയർ ഒന്നും വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ലെയർ കട്ട് ചെയ്യിക്കുന്നതേ ഇല്ല. അപ്പോൾ കൊഴിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഇപ്പോൾ കൊഴിച്ചിലില്ല. ഇടയ്ക്കൊന്ന് കൊഴിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കൊഴിച്ചിലൊന്നുമില്ല. നമ്മളത് വാഷ് ചെയ്യുമ്പോഴൊക്കെ അറിയാൻ പറ്റും. നല്ല കേൾസ് ഉള്ള ഹെയർ ആയിരുന്നു അല്ലേ? നല്ല കേൾസ് കുറച്ചേ ഉള്ളായിരുന്നു. മുടി ഇത്ര ഇല്ലല്ലോ, ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ചുരുളി ഇങ്ങനെ. ഇപ്പൊ നമ്മൾ എത്ര ട്രിപ്പായി വെട്ടിയിട്ട് പോലും ഇത്രയും വരെ ആയില്ലേ, ഭയങ്കര ഇതാ. അതുപോലെ ഉള്ളു വെച്ച്, മറ്റേത് ഉള്ളും ഇല്ല മുടിക്ക്, മുടി കൊഴിച്ചിലുമായിരുന്നു. അതൊക്കെ വെച്ച് നല്ല അടിപൊളിയായി മുടി. ഇപ്പോൾ ഞാനൊരു 2020 തൊട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഒരു 6 മാസം തൊട്ട് ആകുമ്പോഴത്തേക്കും ഞാൻ അത് റൂട്ട് ചെയ്യും. നല്ല എന്താ പറയുക, നല്ല തിക്നെസ്സും നല്ല ഹെയർ നല്ലപോലെ നീളം വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മുടി ഒഴിച്ചിലൊക്കെ മാറി നല്ല ഉള്ളൊക്കെ വെച്ച് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം എല്ലാവരും വരാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടികളിലേക്ക് എത്തുന്നത് ഞായറും തിങ്കളുമാണ്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമുട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.